വെൽക്കം ടു Roshnisfoodnlife. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ നിങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീ കേക്ക് സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൽമണ്ട് കോക്കനട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീ കേക്കിൻ്റെ ആൽമണ്ട് കോക്കനട്ട് വെച്ചുള്ള ടീ കേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ എസൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി ആൽമണ്ട് കോക്കനട്ട് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ ആൽമണ്ട് കോക്കനട്ട് കേക്ക് തയ്യാറാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുക. അപ്പോൾ ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരക്കകത്തേക്ക് നമ്മുടെ ആൽമണ്ട്സും അതുപോലെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ, അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കാരമലൈസ് ചെയ്യാനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പാനിലേക്ക്. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസ്ഡ് ആയിട്ടുണ്ട്, കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിടി ആൽമണ്ട്സ്, നമ്മുടെ കയ്യിൽ ഒരു പിടി ആൽമണ്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൽമണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് കാരമലൈസ്ഡ് ഷുഗറിൽ. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കേക്ക് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വാനില എസൻസ് ചേർക്കുന്നില്ല. അതിന് പകരം ഏലക്കയുടെ ഫ്ലേവറാണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതാകുമ്പോൾ എല്ലാവരുടെയും കയ്യിലുള്ളൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സിയിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കാമല്ലോ. അതിന് കൂടുതൽ തന്നെ നമുക്ക് ഏലക്കായും പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറത്തോടെല്ലാം കളഞ്ഞിട്ട് അത് ഏലക്കയുടെ കുരു മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൗളിൽ യൂസ് ചെയ്താലും മതിയാവും. അപ്പം ബൗളിൽ മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പം ഞാൻ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ മിക്സിയിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ, ഏലക്കയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പാം ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്തായാലും വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മുടെ ഏലക്കയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. ഇപ്പം നല്ല മണം നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ചേർക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു മണമൊക്കെ വരും. അതുകൊണ്ട് തന്നെ വാനില എസൻസ് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ആദ്യം നമുക്ക് 1 കപ്പ് മൈദ നമ്മുടെ അരിപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവേ. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ച് നമ്മുടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പം പാലെന്ന് പറയുമ്പം ഞാനിവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ എന്തായാലും ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ആൽമണ്ട്സും അതുപോലെ നമ്മുടെ തേങ്ങയുമാണ്. നമ്മൾ ഓൾറെഡി കാരമലൈസ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. അപ്പൊ നമ്മൾ നല്ല തണുക്കുമ്പോൾ നല്ല കട്ടിക്കായിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ട് നമുക്ക് കിട്ടുവേ. അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാണ്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കേക്ക് ടിന്നോട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഒന്ന് തട്ടിയെടുത്താലും മതിയാവും കേട്ടോ. ജസ്റ്റ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം അപ്പോഴും നമ്മുടെ കേക്ക് നന്നായിട്ട് വിട്ടൊക്കെ വരും കേട്ടോ. അപ്പം ഇപ്പം നിങ്ങളുടെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയേ. അപ്പം നമ്മുടെ കേക്കിന്റെ ബാറ്റർ എന്തായാലും കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ കേക്ക് ബാറ്റർ നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം നമ്മുടെ കേക്ക് ബാറ്ററിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാക്കറ്റിലും ടിന്നിലും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ഈ കോക്കനട്ട്. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. എന്ന് വെച്ചാൽ കളറ് മാറല്ലേ കേട്ടോ. കളറ് മാറല്ല, അതിലെ വെള്ളമയവും അതൊക്കെ ഒന്ന് മാറി ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. അപ്പം നല്ല ഡ്രൈ ആയിട്ടിരിക്കും നമുക്ക്. അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ കടായിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നമ്മൾ കടായിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം എന്തായാലും നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന്. എനിക്ക് എന്തായാലും ഒരു 40 to 40 മിനിറ്റ്സ് എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 to 40 മിനിറ്റ്സ് എടുക്കുക എന്തായാലും ബേക്കാക്കി ഇടാനായിട്ട് ഇടും. അപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ട് ഇത് പ്രിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, നല്ല ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പ്രോപ്പറായിട്ട് നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാമേ. അപ്പം ഞാൻ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്ലൈസ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ കേക്കിന്റെ ഉള്ളിൽ എന്താണ് നമുക്ക് അറിയണ്ടേ. ഒന്ന് സ്ലൈസ് കൂടെ ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആൽമണ്ട് കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കേക്ക്? അടിപൊളിയായിട്ടില്ലേ? സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പൊ വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നിസ് ഫുഡ് ആൻഡ് ലൈഫ്.